299 രൂപയ്ക്ക് ഷർട്ട്, 399 ജീൻസ്. ബ്രാൻഡഡ് ലുക്ക്, ബഡ്ജറ്റ് പ്രൈസ്. കേട്ടാൽ ഫേക്ക് ആണെന്ന് തോന്നാം, പക്ഷേ ഇതൊരു ബ്രാൻഡിന്റെ അത്ഭുത യാത്രയാണ്. അതാണ് സൂഡിയോ. ഇന്ത്യൻ ഫാഷൻ ഇൻഡസ്ട്രിയിൽ ഓരോ യുവാക്കളുടെയും ഗോ ടു ബ്രാൻഡായി മാറിയ ഈ ബ്രാൻഡിനു പിന്നിലെ കഥകൾ നിങ്ങൾക്കറിയണോ? എങ്ങനെ രൂപപ്പെട്ടു? ആരാണ് ഉടമ? എങ്ങനെ ഇത്ര ചുരുങ്ങിയ വിലയിൽ കിടിലൻ സൂഡിയോ എന്ന ബ്രാൻഡിന്റെ ആരംഭം? സൂഡിയോ എന്നത് ഏതെങ്കിലും ചെറു കമ്പനി തുടങ്ങിയ ബ്രാൻഡല്ല. ഇതിന് പിന്നിലുള്ളത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ റീറ്റെയിൽ ജയന്റുകളിൽ ഒന്നായ ടാറ്റ ഗ്രൂപ്പാണ്. 2016 ട്രെൻഡ് ലിമിറ്റഡ് എന്ന ടാറ്റയുടെ സബ്സിഡിയറി കമ്പനിയാണ് സൂഡിയോ എന്ന ബ്രാൻഡ് ആരംഭിച്ചത്. ട്രെൻഡ് എന്ന കമ്പനിക്ക് വസ്ത്രവ്യാപാര രംഗത്ത് ഒരുപാട് അനുഭവ പരിചയമുണ്ട്. വെസ്റ്റ് സൈഡ്, ലാൻഡ്മാർക്ക്, സ്റ്റാർ ബസാർ തുടങ്ങിയ ടെക്സ്റ്റൈൽ കമ്പനികളെല്ലാം ഇവരുടേതാണ്. എന്നാൽ ഇത്തരം വലിയ ബ്രാൻഡുകൾക്ക് പുറമെ ബഡ്ജറ്റ് ലൈഫ് സ്റ്റൈൽ ഫാഷൻ എന്ന പ്രത്യേക സെഗ്മെന്റിൽ വലിയ ബ്രാൻഡുകൾ പോലെ കോസ്റ്റ്ലിയുമാകണ്ട, എന്നാൽ സ്ട്രീറ്റ് ഫാഷൻ പോലെ വളരെ ചീപ്പ് ഫീലും തോന്നരുത്. അതിനിടയിലുള്ള ഒരു സ്വീറ്റ് സ്പോട്ടിലാണ് സൂഡിയോയുടെ എക്സ്പാൻഷൻ. സൂഡിയോയുടെ ആദ്യ ഔട്ട്ലെറ്റ് ബാംഗ്ലൂരിലാണ് തുടക്കമിട്ടത്. പിന്നീട് മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റി വഴി മാത്രം ബ്രാൻഡ് വളർന്നു. 2020 തന്നെ ഏകദേശം 100ഓളം ഷോപ്പുകൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് 2025 വന്നപ്പോൾ 500+ ഔട്ട്ലെറ്റുകൾ ഇന്ത്യയിലാകെ ഉണ്ടെന്നത് ഒരു റെക്കോർഡ് ഗ്രോത്ത് ആണ്. സൂഡിയോയുടെ ഔട്ട്ലെറ്റുകൾ ഭൂരിഭാഗം എല്ലാ ഷോറൂമുകളും ഒറ്റ തീമിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫാഷൻ ഫോർ എവ്രി വൺ, എവ്രിഡേ, അറ്റ് അഫോർഡബിൾ പ്രൈസസ്. ഇതാണ് അവരുടെ പ്രത്യേകത. ക്ലോത്ത്സ് ഫോർ മെൻ, വിമൻ ആൻഡ് കിഡ്സ്. കൂടാതെ വലിയ രീതിയിലുള്ള ബ്രാൻഡിംഗ് ആൻഡ് പ്രൊമോഷൻസ് ഒന്നും തന്നെയില്ല. പ്രോഡക്ട്സിൽ സൂഡിയോയുടേതായ യാതൊരു ലോഗോയും കാണില്ല. ഇങ്ങനെയൊക്കെയാണെങ്കിലും പ്രോഡക്ട്സിന് ക്വാളിറ്റിയും സ്റ്റൈലും ഗ്യാരണ്ടിയാണ്. ഇത്തരം കാര്യങ്ങളെല്ലാം സൂഡിയോ എന്ന ബ്രാൻഡിനെ ജനങ്ങൾ വില കുറവാകാൻ കാരണമെന്ത്? വളരെയധികം ആളുകൾ ഇതിന്റെ വില ഇത്ര കുറവെങ്ങനെയാ? കാരണങ്ങൾ പറയാം. ഇൻഹൗസ് ഡിസൈൻ. സൂഡിയോയുടെ പ്രോഡക്ട്സ് എല്ലാം നിർമ്മിക്കുന്നത് കമ്പനി നേരിട്ട്. അതിനുവേണ്ടി അവർക്ക് സ്വന്തമായി ഡിസൈൻ ടീം തന്നെയുണ്ട്. നോ അഡ്വർടൈസ്മെന്റ്സ്. യാതൊരു തരത്തിലുള്ള പരസ്യങ്ങളോ പ്രമോഷൻസോ സൂഡിയോ എന്ന ബ്രാൻഡിനില്ല. ആയതിനാൽ അത്തരം കാര്യങ്ങൾക്ക് വരുന്ന ഭീമമായ ചെലവുകൾ ബ്രാൻഡിന് വരുന്നില്ല. ബൾക്ക് പ്രൊഡക്ഷൻ. മൊത്തത്തിലുള്ള നിർമ്മാണമായതിനാൽ തന്നെ ആ രീതിയിൽ ലിമിറ്റഡ് സ്റ്റോക്ക് സ്ട്രാറ്റജി. ഔട്ട്ലെറ്റുകളിലെ സ്റ്റോക്കുകൾ എപ്പോഴും മിതമായ രീതിയിലായതിനാൽ പ്രോഡക്ട്സ് ഔട്ട്ഡേറ്റഡ് ആയി പോകുന്നില്ല. 15 മുതൽ 30 ദിവസം കൊണ്ട് പഴയ സ്റ്റോക്കുകൾ മാറുന്നു. അതിനാൽ ട്രെൻഡ്നെസ്സും ഫ്രഷ്നെസ്സും പ്രോഡക്ട്സുകൾക്കുള്ളതുകൊണ്ട് അൺസോൾഡായി പോകുന്ന നഷ്ടങ്ങൾ താരതമ്യേന കുറവാണ്. ദ ലാസ്റ്റ് വൺ, എഫിഷ്യന്റ് സപ്ലൈ ചെയിൻ. ടാറ്റ ഗ്രൂപ്പിന്റെ ലോജിസ്റ്റിക്സ് സപ്പോർട്ടാണ് ഇവർ ഉപയോഗിക്കുന്നത്. സാറ, H&M പോലുള്ള ഇന്റർനാഷണൽ ബ്രാൻഡ്സ് തരുന്ന ഡിസൈൻസ് ഒരു പരിധിവരെ സാധാരണക്കാർക്കും ചെലവ് കുറഞ്ഞ രീതിയിൽ അനുഭവിച്ചറിയാൻ സൂഡിയോ എന്ന സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ടാറ്റ ഗ്രൂപ്പിന്റെ ഈ ഒരു ഉദ്യമം വഴി സൂഡിയോ എന്ന ബ്രാൻഡിന്റെ മാർക്കറ്റ് ഗ്രോത്ത്. ആൻഡ് സൂഡിയോയ്ക്ക് ഇതുവരെയും ഓൺലൈൻ പ്രസൻസ് ഇല്ല. അതിനാൽ കസ്റ്റമേഴ്സ് നേരിട്ട് കടയിൽ ചെല്ലാതെ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ സാധ്യമല്ല. ഇത് സൂഡിയോ ഔട്ട്ലെറ്റുകളിൽ അതിഭയങ്കരമായ തിരക്ക് അനുഭവപ്പെടാൻ. ട്രെൻഡ് ലിമിറ്റഡ് 2025 പുതിയ തീരുമാനപ്രകാരം 1000 സൂഡിയോ ഔട്ട്ലെറ്റുകളാണ് വരും വർഷങ്ങളിൽ. യൂത്ത് സെൻട്രിക് ഫാഷൻ കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ ജെൻ സി, കോളേജ് സ്റ്റുഡൻസ്, വർക്കിംഗ് യൂത്ത് എന്നിവരിൽ വലിയ ക്രേസ് ആണ് സൂഡിയോ തുണി. വളരെ ലളിതമായി വിലയിൽ വസ്ത്രങ്ങൾ ലഭിക്കുന്നതിനാൽ കുടുംബങ്ങളെയും സൂഡിയോ ഇഷ്ട വ്യാപാര കേന്ദ്രമാക്കി. ട്രെൻഡുകൾ ഫോളോ ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ആളുകളില്ലല്ലോ. അതുതന്നെയാണ് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ്. സൂഡിയോ പ്രോഡക്ട്സിന് ലോഗോ ഉണ്ടാവില്ല. ബ്രാൻഡിംഗ് അല്ല, അഫോർഡബിലിറ്റി ആൻഡ് ട്രെൻഡാണ് അവർ. കൂടുതൽ ഔട്ട്ലെറ്റുകളും IT ഹബ്, കോളേജ് ഏരിയസ് ഉള്ള സിറ്റികളിലാണ്. ട്രെൻഡ് ലിമിറ്റഡ് ഇപ്പോൾ എല്ലാ മാസവും ഒരു സൂഡിയോ ഔട്ട്ലെറ്റ്. H&M, മാക്സ്, പാന്റലൂൺസ് എല്ലാം സൂഡിയോയുടെ ഡയറക്റ്റ് കോമ്പറ്റീറ്ററായി. ഉയർന്ന ബ്രാൻഡ് മൂല്യം, മികച്ച സ്റ്റൈൽ, മിതമായ വില. ഇതാണ് സൂഡിയോ എന്ന ബ്രാൻഡിന്റെ പിന്നിലെ വിജയ ഫോർമുല. സൂഡിയോ എന്ന ബ്രാൻഡ് വളരെ വേഗം ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ കുടിയേറിക്കഴിഞ്ഞു. ആയതിനാൽ സൂഡിയോയെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്താൻ വിവേകമുള്ള ഇന്ത്യൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സൂഡിയോ കളക്ഷൻസ് എവിടെയാണ് കിട്ടിയതെന്ന് കമന്റിൽ പറയൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണാം.